അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന എന്ന് ഞാൻ 3 വട്ടം പറയുമ്പോൾ നിങ്ങളുടെ മുറാദ് എന്താണ് അത് മനസ്സിൽ കരുതുക. പടച്ചവനെ, ഞാൻ കടം കൊണ്ട് വലിയുന്നു റബ്ബേ, രക്ഷപ്പെടുത്ത്. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലമായി റബ്ബേ, ഒരു കുട്ടി എനിക്കില്ലല്ല റബ്ബേ. അവര് ദ്വാരക്ക അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന, ഞാൻ എന്റെ മക്കൾ ജയിലിലാണല്ലോ റബ്ബേ, രക്ഷപ്പെടുത്തവര് ദ്വാരക്ക. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന, പടച്ചവനെ കഠിനമായ രോഗമാണ് റബ്ബേ, എന്റെ ഭാര്യ രോഗിയാണ്, എന്റെ മക്കൾ രോഗിയാണ് റബ്ബേ, അവര് ദ്വാരക്ക. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും ആഗ്രഹം എന്താണ് അത് ചേർത്ത് പിടിച്ച് ആമീൻ എന്ന് പറയുക. ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് എന്റെ മകനോട് സമീപിച്ചാൽ എനിക്ക് എന്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇജാസ് എന്റെ മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد السابق للخلق نورا وعلى آله وأصحابه وأزواجه وأهل بيته أجمعين ثم إلى حضرة أرواح الأنبياء والعلماء والشهداء والصالحين ثم إلى حضرة أهل الخير كلهم أجمعين. اللهم يا باسط اليدين بالعطايا يا ذا الفضل العظيم يا ذا الجود والكرم يا حنان يا منان يا رب يا رحمن يا مستعان يا كريم يا ذا الجلال والإكرام. أعطنا من خير ما أعطيت نبينا وسيدنا محمدا صلى الله عليه وسلم عطاء تحبه وترضاه عطاء ما له من نفاد عطاء أنت له أهل أنت أهل التقوى وأنت أهل المغفرة. اللهم أنزل الرحمة والبركة والرحمة والنعمة والسكينة في هذا المجلس وفي بيوتنا وفي بيوت من تعلق بنا يا رب العالمين. اللهم بارك لنا في أولادنا ولا تضرهم يا رب العالمين. اللهم حصل مرادنا اللهم حصل مرادنا اللهم حصل مرادنا ومراد من أعاننا ومراد من أوصانا بالدعاء يا ذا الجلال والإكرام. اللهم وفقنا للحج والعمرة قبل الموت. لبيك اللهم لبيك لبيك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك يا رسول الله. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ടൈം വരെ ഖബറിലേക്ക് പോയ എല്ലാ ഖബറാളികളെയും ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനേ. കിടക്കയിൽ കിടന്ന ഞങ്ങളെ നേതാക്കന്മാരാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് റബ്ബേ. ഇന്നലെ ഞാനതാ എൻ്റെ ഭാര്യന്റെ അരികത്ത് വിലമതി വലിയ സ്ഥാനമുള്ള വലിയ പൗരുള്ളതായ കിടക്കയിലാണ് കിടന്നത് റബ്ബേ. ഈ സമയത്ത് ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ എൻ്റെ ഭാര്യയുടെ മുമ്പിലേക്ക് എൻ്റെ മകൻ എൻ്റെ മയ്യത്താണ് കൊണ്ടുപോവുക റബ്ബേ. കളിയെല്ലാം 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 കളികൾ പാലേതുണ്ട് കുഞ്ഞിമോനെ.
മൗതെന്ന കളിയുണ്ട്, ഖബറെന്ന കളിയുണ്ട്, അതുപോലെ പല ജാതി കളിയുമുണ്ട്. ഖബറിന്റെ അകത്ത് കിടക്കുന്ന കേൾക്കുന്ന എന്റെ ബഹുമാനമാക്കപ്പെട്ട ഹുസൈൻ ഉൾപ്പെടെയുള്ള ഖബറാളികളുടെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനേ. റബ്ബേ, കല്യാണം കഴിഞ്ഞുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന പലവരും ഈ മജ്‌ലിസിലുണ്ട് റബ്ബേ. രാരീരി രാരീരി രാരോ രാരാം രാരീരി രാരീരി രാരോ എന്ന് പറയാൻ മോഹിക്കുന്ന പലവരുമുണ്ട് റബ്ബേ. നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, എൻ്റെ ചുണ്ട് കൊണ്ട് 74 വയസ്സിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ കള്ള് എൻ്റെ ചുണ്ടിൽ വെച്ചിട്ടില്ല അല്ലാ. അല്ലാ, എൻ്റെ 74 വയസ്സിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും കള്ളി എൻ്റെ ചുണ്ടിൽ വെച്ചിട്ടില്ല റബ്ബേ. എൻ്റെ മക്കളും ഇതുവരെയും കാത്തിട്ടുണ്ട് അല്ലാ. അല്ലാ, എനിക്ക് എൻ്റെ വെളിച്ചം തന്നത് എൻ്റെ കരളായ ഉപ്പയാണ് റഹ്മാനേ. അതേ മാതൃകയാണ് എൻ്റെ മക്കളും മക്കളുടെ മക്കളും ആഗ്രഹിക്കുന്നത് റഹ്മാനേ. നിലനിർത്തി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ മക്കള് പലവരും അറബികളെ നാട്ടിലാണ്. ദുബൈ, അബു ദുബൈ, റാസൽ ഖൈമ, സൗദി അറേബ്യ, സലാല, ബുറൈദ, കോർഫുഖാൻ തുടങ്ങിയ അറബികളെ നാട്ടിലാണ് റഹ്മാനേ. ഇന്ന് വരും, നാളെ വരും, അടുത്ത മാസം വരും എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മയ്യത്ത് പെട്ടിയിലാക്കി വരുത്തല്ല റബ്ബേ. ഇരിക്കാൻ വീടില്ലാതെ വാടകപ്പരകളിൽ കഴിയുന്നവരുണ്ട് റഹ്മാനേ. വാടകപ്പരകളിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് വരുത്തല്ല റഹ്മാനേ. 2 കാലുകൊണ്ട് നടക്കുന്ന ഞങ്ങളെ 3 കാലിലും 4 കാലിലും നടത്തിക്കല്ല റബ്ബേ. ഈ ഹദറത്തിൽ അതാ ഒരു മഹാനായ ഒരു മനുഷ്യൻ വടികുത്തി പിടിച്ചു വന്നപ്പോൾ എനിക്ക് കൽബിൽ വേദന വന്നു റഹ്മാനേ. പടച്ചവനെ, 2 കാലുകൊണ്ട് നടക്കുന്ന ഞങ്ങളെ 3 കാലിലും 4 കാലിലും നടത്തിക്കല്ല റഹ്മാനേ. ഇലാഹി, ഞങ്ങളെ ഭാര്യമാര് മരിച്ച് ഞങ്ങൾക്ക് വേറൊരു പെണ്ണ് കെട്ടാൽ വിധിക്കല്ല റബ്ബേ. അല്ലാഹ്, ഉമ്മ എന്ന് വിളിച്ച തൊള്ള കൊണ്ട് എളാമ എന്ന് പറഞ്ഞ് വിളിക്കാൻ നീ വിധിക്കല്ല റബ്ബേ. 53 കൊല്ലമായി റബ്ബേ ഞാൻ ലോകത്ത് പെണ്ണ് കെട്ടിയിട്ട്, 1 അല്ല 2 അല്ല 53 കൊല്ലത്തിനിടയിൽ അകന്ന് താമസിച്ചത് ഹജ്ജിന് പോകുമ്പോഴും വഅദിന് പോകുമ്പോഴും മാത്രമാണ് അല്ലാഹ്. ഇന്നും ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യയോട് സലാം പറഞ്ഞ്, ഐഷ തീരെ ക്ഷീണുണ്ട്, ദ്വാരക്കണം എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്തിട്ടാണ് റബ്ബേ ഞാൻ വന്നത്. ഇതെല്ലാവരും പഠിച്ചു വെച്ചോ. ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യയോട് ഐഷ ഞാൻ പോട്ടടി, സെൽമ ഞാൻ പോട്ടെ, ആ മേശയിൽ ഒരു 100 റുപ്യ എടുത്തിട്ട് വാ സെൽമ എന്ന് പറഞ്ഞ് ഭാര്യമാരെ കൈകളെ കൊണ്ട് വാങ്ങി ബിസ്മില്ലി പോയിക്കോ, അതിൽ ബർക്കത്തുണ്ട്. ഭാര്യമാരോട് പറയുന്നു, ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ അത് കൊടുത്തിട്ട് അവരെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. ഹദീസ് നോക്കിക്കോ. എൻ്റെ ഭാര്യ ഉദാഹരണം പറയാ, എനിക്ക് എൻ്റെ ഭാര്യയോട് സലാം പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കണം. റബ്ബേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ 74 വയസ്സുള്ള സമയത്തിലും എൻ്റെ മാപ്പിള അധ്വാനിക്കാൻ വേണ്ടി പോകുന്നത്.
എൻ്റെ ഭർത്താവ് ഇതാ ദുബായിലേക്ക് പോവുകയാണല്ലോ റബ്ബേ, ഇനി ആ പൊന്നുമുഖം ഒന്ന് കാണണമെങ്കിൽ ഇനി 2 കൊല്ലം കഴിയേണ്ട റബ്ബേ എന്ന് ഓർത്തിട്ട് അവരെ ബാക്കിലേക്ക് നോക്കി നിൽക്കണം. ഉമ്മ അതൊക്കെ പഠിച്ചോട്ടോ. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം, ഞങ്ങൾ മരിക്കുമ്പോഴേ ഞങ്ങൾ വെയിറ്റ് അറിയുള്ളൂട്ടമ്മ. ഇന്നലെ രാത്രി വന്ന് ഇന്ന് രാവിലെ ഞാൻ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യൻ്റെ കയ്യിൽ 1000 റുപ്യ കൊടുത്തു. ഇറച്ചിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് 1000 റുപ്യ കൊടുത്തു. ചോദിച്ചു എന്തിനാ നീ കൈപ്പിടിച്ച അയച്ച? ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇവർക്കൊക്കെ അറിയാം ആ 2000 3000 ഒക്കെ കൊടുത്തിട്ടേ പോവുള്ളൂ. കാരണം അവിടെ ദിവസമുള്ള പലതുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടം വരികയില്ല. ഏതായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാരുടെ അടിയിൽ ഭിന്നിപ്പുണ്ടാക്കിയവരെ അല്ലാഹുവിനെ പരാജയപ്പെടുത്തി കളയണം. ഭാര്യ ഭർത്താക്കന്മാരുടെ അടിയിൽ ഭിന്നിപ്പുണ്ടാക്കിയവരെ ആരായിക്കോട്ടെ അല്ലാഹുവിനെ അവരെ പരാജയപ്പെടുത്തി കളയണം. ഒറ്റിക്കൊടുക്കുന്നവനെ ഒറ്റപ്പെടുത്തണം, കരിങ്കാലികളെ പരാജയപ്പെടുത്തണം, നാറ്റിച്ചവരെ നാറിക്കണം, നാറിച്ചവരെ അല്ലാഹുവിനെ നാറ്റിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പേനക്കും ഞങ്ങളെ കണ്ണിനും ഞങ്ങളെ കൽബിനും അല്ലാഹുവിനെ വിളിച്ച് നീ നിലർത്തി തരണമേ റഹ്മാനെ. ഇരിക്കുന്ന എന്നെ വന്യരായിരിക്കുന്ന ശൈഖുന ഉസ്താദന്മാർക്ക് അവരുടെ വീടിന് അവൻ്റെ അകത്ത് പുറത്തുമുള്ള എല്ലാ മുസീബത്തുകളും അല്ലാഹുവിനെ ഒഴിവാക്കണമേ റഹ്മാനെ. ബാത്തിഷാ അന്നാരില്ലാഹുക യാ റഹ്മാൻ, അന്നാരില്ലാഹുക യാ റഹ്മാൻ, അന്നാരില്ലാഹുക യാ റഹ്മാൻ ബിഖുതുബി സയ്യിദി ഇബ്രാഹിം. ബാദ്ഷാ, ഞങ്ങൾക്ക്, ഞങ്ങളെ കുടുംബത്തിന്, ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ സ്ഥാപനത്തിന്, ഞങ്ങളെ വളർച്ചയ്ക്ക്, ഞങ്ങളെ ഇസ്സത്തിന് എതിരായി ആരെങ്കിലും ജിന്ന്, ശൈത്താൻ, ഇഫ്രീത്ത്, ചേക്കുട്ടി, അവണേങ്കാടൻ, കുട്ടിച്ചാത്തൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അയാൾ അവിടുന്ന് പോകണം, അയാൾ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമായി, അയാൾ ജീവിച്ചിരിക്കൽ കൊണ്ടിട്ട് ഞങ്ങളെ കഞ്ഞി മുടങ്ങി എന്നൊക്കെ കരുതിക്കൊണ്ട് ബാദ്ഷാ ആരെങ്കിലും ഞങ്ങൾക്കെതിരായി കൊണ്ട് കരിവേപ്പില കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാത്തിലാക്കണേ റഹ്മാനെ. അതെല്ലാം ബാത്തിലാക്കി കളയണം. മുതലാളി എന്ന് വിളിച്ച തൊള്ള കൊണ്ട് തൊഴിലാളി എന്ന് പറഞ്ഞ് വിളിക്കാൻ നീ വിധിക്കല്ല റബ്ബേ. രാഗം വന്നാലും, ഗോവിന്ദൻകുട്ടി വന്നാലും, സോറ വന്നാലും, സൈനബ വന്നാലും, കുഞ്ഞാമാജി വന്നാലും, ഖബർ വന്നാലും, എൻ്റെ അംസാജി വന്നാലും, അഹമ്മദാജി വന്നാലും, എൻ്റെ വീട് ഏത് സമയത്തും ഹോട്ടലാണ്, ഏത് സമയത്തും ഹോട്ടലാണ്. ഏത് സമയത്തും ആര് വന്നാലും ഈ ഗേറ്റ് ഇല്ലാത്ത വീടാണ് എൻ്റെ വീട്. അല്ല അംസേ, ഗേറ്റ് ഇല്ലടാ, ഗേറ്റ് ഇല്ല. അതേ രൂപത്തിൽ എൻ്റെ മക്കൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ നൗഫലെ, ഒരിക്കലും തന്നെ ഈ വീടിന് ഗേറ്റ് വെക്കാൻ പാടില്ല, എപ്പോഴും ഒന്ന് കയറുന്ന വീടാണ്. അല്ലാഹു നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഹസ്ബീ റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബീ റബ്ബി. ഭയങ്കര ഇജാസത്ത്, അത് ഭയങ്കര ഇജാസത്ത്, ചെമ്മലങ്കാടിൻ്റെ അത് ഇപ്പൊ ചെല്ലിയില്ലേ ഹഖ്. റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്തുകളെ കൊണ്ട് ഞങ്ങളെ വീടിനി ആസ്പത്രിയാക്കല്ല റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണാൻ വിധിക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണാൻ വിധിക്കല്ല റബ്ബേ. റബ്ബേ, എൻ്റെ നൗഫലിന് വല്ലതും സംഭവിച്ചാൽ എൻ്റെ ഭംഗിയുള്ള പൊന്നുമകൻ്റെ മുഖത്ത് പഞ്ഞി വെക്കുന്ന കാഴ്ച എനിക്ക് കാണാനുള്ള കഴിവ് എൻ്റെ കണ്ണിനില്ല റബ്ബേ. എണ്ണം കുറക്കല്ല റബ്ബേ, വണ്ണം കുറക്കല്ല റബ്ബേ. റബ്ബേ, എൻ്റെ
എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റബ്ബേ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത പലവരും ആണാവട്ടെ പെണ്ണാവട്ടെ 2026 33 ആൾക്കെങ്കിലും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക യാ റസൂലല്ലാഹ്. ഉമ്മാ 2026 ഈ മജ്‌ലിസിൽ നിന്ന് 33 ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് മക്കത്ത് ചെല്ലാൻ മദീനത്ത് ചെല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. എൻ്റെ കരീമേ എൻ്റെ കരീമിൻ്റെ യാത്ര നീ റാഹത്തിലാക്കണേ റബ്ബേ. എൻ്റെ കരീമിൻ്റെ യാത്ര നീ റാഹത്തിലാക്കണേ റബ്ബേ. കരീമേ നീ പോയാൽ അതിൽ നിന്ന് 1 മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു തയ്യൽ മെഷീൻ എൻ്റെ മകനക്ക് നീ കൊടുക്കത്തോ ആ നിയത്ത് വെച്ച് പോയിക്കോ. കടം റബ്ബ് തീർക്കും അർഹമുർ റഹീമീൻ. ഈ കാഴ്ച അവസാനത്തെ കാഴ്ചയാക്കല്ല അല്ലാഹ്. അല്ലാഹ് ഈ കാഴ്ച അവസാനത്തെ കാഴ്ചയാക്കല്ല അല്ലാഹ്. ഈ കാഴ്ച അവസാനത്തെ കാഴ്ചയാക്കല്ല അല്ലാഹ്. അവസാനത്തെ കാഴ്ചയാക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന് ഉലമാക്കന്മാരുടെ ഇടയിൽ യോജിപ്പിനെ കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ വ്യാഴാഴ്ച ഞങ്ങളെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്നു റബ്ബേ. റബ്ബേ ഞാൻ രാഷ്ട്രീയക്കാരനല്ല റബ്ബേ. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയും പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയും ഞങ്ങളെ സഹായിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണേ റബ്ബേ. ആരെല്ലാം 100ാം വാർഷികം ഈ ലോകത്ത് നടത്തുന്നുണ്ടോ അത് മുഴുവനും 100ആക്കി മാറ്റണേ റഹ്മാനേ. اللهم يا موضع كل شكوى ويا شاهد كل نجوى ويا عالم كل خفية ويا كاشف كل بلية يا منجي موسى ومحمد وإبراهيم الخليل صلوات الله عليهم أجمعين. ارحمنا وارحم من تعلق بنا يا رب العالمين. الله എൻ്റെ മകനെ ഞാൻ ഈ രാജ്യത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. എൻ്റെ മകൻ എൻ്റെ ചെറിയ മകനാണ്. എൻ്റെ 5ാമത്തെ മകനാണ്. അവൻ്റെ 10ാമത്തെ വയസ്സിൽ അവന് ഞാൻ കോട്ടൂർ ഉസ്താദ് ശിഹാബ് തങ്ങൾ താജുൽ ഉലമ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് അല്ലാഹ് ഹജ്ജ് ചെയ്തത്. അന്ന് മുതൽ തന്നെ ഞാൻ വളർത്തെടുത്തത് എൻ്റെ ദീനിന് ഗുണം കിട്ടാനാണ്. ഒരിക്കലും എൻ്റെ മകനോട് പറയുന്നു രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ നീ പോകാൻ പാടില്ല. ഉപ്പ ചെയ്ത് എന്താണ് ഉപ്പ എന്താണ് ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത് ആ മെഴുകുതിരി കത്തിക്കുക. ഉപ്പ എന്ത് ചെയ്തു ആ മാതൃക സ്വീകരിച്ചു. അള്ളാഹു നിന്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്ത് സ്വന്തമായി കൊണ്ടൊരു വീട് വാങ്ങി അതിൽ നിന്റെ ദാറുശിഫ അവളെ സ്ഥാപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മനെ ചോറുക്ക്